മക്കളെ, നമ്മൾ അടുത്തായിട്ടൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സാർ ഓൾറെഡി മക്കളെ പഠിപ്പിച്ചിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് ചില പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് തനിച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സാർ ഒരെണ്ണം ചെയ്യാം, ഒരെണ്ണം ഹോംവർക്കായിട്ടും തരാം. സി, ഇൻ ഓൾ ദി പിക്ചേഴ്സ് ബിലോ, O is the center of the circle, ABC are the points on the circle. അതായത് ചുവടെയുള്ള ചിത്രങ്ങളിൽ വൃത്തകേന്ദ്രം ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഇപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു വൃത്തകേന്ദ്രം തന്നിട്ടുണ്ട്. ഈ O എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഓഫ് ദി സർക്കിൾ തന്നിട്ടുണ്ട്. ABCയും നമുക്ക് തന്നിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ABC are the points on the circle. In each, calculate all angles of triangle ABC and OBC. അതായത് ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കാണുക. ഈസിയാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ABC തന്നിട്ടുണ്ട്, O സെൻറ്റർ തന്നിട്ടുണ്ട്, എന്നിട്ട് ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 20 ആണ്. ABO 20 ആണ്. അതുപോലെ തന്നെ ACO 30 ആണ്. നമ്മളോട് ABCയുടെ ആംഗിൾ കാണാൻ പറഞ്ഞു. അതായത് നമുക്ക് ആംഗിൾ A കാണണം, ആംഗിൾ B കാണണം, ആംഗിൾ C കാണണം. അപ്പോൾ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഫുൾ ആംഗിളും കാണണം. പിന്നെ അടുത്തത് ചോദിച്ചേക്കുന്നത് BOC എന്ന ട്രയാങ്കിൾ. BOC എന്ന ട്രയാങ്കിളിൻ്റെ ഫുൾ ആംഗിളും, ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ കാണണം. നമുക്കിതിന് 1 എന്ന് കൊടുക്കാം. പിന്നെ ഈ ആംഗിളും കാണണം, ഇതിന് 2 എന്ന് കൊടുക്കാം. നമുക്ക് ആദ്യമേ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഫുൾ പിക്ചറാക്കി മാറ്റാം. ഇതേ കണ്ടോ, ഈ OA അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ പിക്ചറിൽ സാർ ജസ്റ്റ് OA ജോയിൻ ചെയ്യിപ്പിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ പിക്ചർ തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ തന്നെയാണ് സാർ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ OA ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ ആംഗിള് ABO എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ ACO എന്ന് പറയുന്നത് 30 ആണ്. നമുക്കിത് ഇത് കാണുമ്പോൾ അറിയാം. ഈ 2 ആംഗിൾ എടുത്ത് നോക്കിയേ, ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കിയേ. BOA എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ഇതൊരു ഐസോസലസ് ട്രയാങ്കിളാണ്. കാരണം എന്താ, ഈ OBയും OAയും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2 എണ്ണവും ഐസോസലസ്, OBA ഒരു ഐസോസലസ് ട്രയാങ്കിളാണ്. ഇത് രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് BOയും AOയും തുല്യമാണ്. അപ്പം ഈ 2 ആംഗിളും തുല്യമാണ്. നമുക്കറിയാം ഐസോസലസ് ട്രയാങ്കിളിൻ്റെ സൈഡ് മാത്രമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും കൂടി തുല്യമാണ്. അപ്പം ഈ ആംഗിൾ 20 ആണെങ്കിൽ നമുക്ക് ഈ ആംഗിളും 20 തന്നെ ആയിരിക്കും. കാരണം ഈ ആംഗിൾ 20 ആണെങ്കിൽ ഈ സൈഡുകൾ തുല്യമായതുകൊണ്ട് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും തുല്യമായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് 20 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് 20 വന്നു, ഇത് 20 വന്നു. ടോട്ടൽ 180 ആയതുകൊണ്ട് 180 മൈനസ് 20 മൈനസ് 20 ഇത് 140 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാ ഇവിടെ ഒരു 30 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 30, ഈ ആംഗിൾ 30 ആണ്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ തന്നെ OAC എന്ന ട്രയാങ്കിൾ മക്കൾ നോക്കിയേ. ഈ OAC എന്ന ട്രയാങ്കിളിൽ ഇത് രണ്ടും സെയിം ആണ്. കാരണം OAയും OCയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അങ്ങനെ വരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമാണ്. ഈ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമാണ്. ഇത് നമുക്ക് 30 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതേണ്ടോ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണെന്ന്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ആംഗിളും 30 ആയിരിക്കും, ഈ കാണുന്ന ആംഗിളും 30 ആയിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് 20 + 30, ആംഗിൾ A എന്ന് പറയുന്നത് 20 + 30 50 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളോട് Aയും Bയും Cയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാൻ സാധിക്കും ഇത് 50 കിട്ടി. അതുകൂടാതെ നമുക്കിനി എന്താ ചെയ്യണേ, ഈ 2 ആംഗിൾസും നമുക്ക് കാണണം, ഈ 2 ആംഗിൾസും കാണണം. നമുക്കറിയാം ഇത് 140 ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് 140 ആണ്. ഇത് കൂടാതെ ഇത് 50 ആണെന്ന് കിട്ടി.
ഈ ആംഗിൾ എ 50 ആണ്. ആംഗിൾ എയുടെ ഡബിളാണ് ഈ സെൻറ്ററിൽ വരുന്നത് നമുക്കറിയാം. കാരണം ഈ ബി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻറ്റർ ഒ ആണ്, ഈ ആംഗിൾ എ ആണ്. അപ്പം ഇവിടെ 50 വന്നപ്പം അതിൻ്റെ ഡബിൾ 100 ഇവിടെ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 100 + x + y എന്ന് പറയുന്നത് 180 അല്ലേ? കാരണം ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 180ആണ്. അപ്പം ഇവിടുന്ന് 100 വന്നുകൊണ്ട് ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 80 ആയിട്ട് മാറും. കാരണം എസ് പ്ലസ് വൈ പ്ലസ് 100 ആണ് 180. അപ്പം ഇവിടെ 100 വന്നുകൊണ്ട് എസ് പ്ലസ് വൈ 80 എന്ന് വരും. ഇത് നമുക്കറിയാം, ഇത് രണ്ടും ഈ എക്സ് ഈക്വൽ ടു വൈ ആണ്. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ബി ഒ സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ബി ഒ ഈസ് ഈക്വൽ ടു ഒ സി എന്ന് വരും. അപ്പം നമുക്ക് ഈ ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമാവും. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പം തീർച്ചയായിട്ടും എക്സ് പ്ലസ് വൈ 80 ആയതുകൊണ്ട് എക്സും വൈയും 40 കിട്ടും. അപ്പോൾ എക്സും വൈയും 40 കിട്ടിയാൽ ഈ ആംഗിൾ 40 വന്നു, ഈ ആംഗിൾ 40 വന്നു. അപ്പോൾ നമുക്ക് ആംഗിൾ ബി എന്ന് പറയുന്നത് 40 + 20 60 എന്ന് കിട്ടും. ആംഗിൾ ബി നമുക്ക് 60 എന്ന് കിട്ടി. അതുപോലെ ആംഗിൾ സി എത്രയാണ്? ഈ 40 + 30 ആംഗിൾ സി 70 എന്ന് കിട്ടി. അപ്പോൾ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടി. ഇനി ബി ഒ സി നോക്കിയേ. ബി ഒ സിയിൽ ആംഗിൾ ഒ എന്ന് പറയുന്നത് 100. അപ്പോൾ ആംഗിൾ ഒ നമുക്ക് 100 എന്ന് കിട്ടി. അതുപോലെ ആംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് എക്സ് ആണ്. ആംഗിൾ ഒ ബി സി അപ്പം നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 40 കിട്ടി. അതുപോലെ ആംഗിൾ ഒ സി ബിയും ഈ വൈ ആണ്. ആംഗിൾ ഒ സി ബിയും 40 കിട്ടി. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസമായിട്ടുള്ളൊരു കണക്കാണ്. ജസ്റ്റ് നമുക്ക് തന്നേക്കണം നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്നത് ഈ 20യും ഈ 30യും മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളവിടെ സെൻറ്റർ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഈ റേഡിയസ് മൊത്തം വരച്ച് കഴിയുമ്പം ഇതെല്ലാം ഐസോസെലസ് ട്രയാങ്കിളായിട്ട് മാറും. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിട്ട് മാറും. ഇനി മക്കൾ തനിച്ച് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ സാർ തരാം. എ ബി സി ഒരു സർക്കിൾ, ആ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ വന്നു. എ ബി സി ഒരു ട്രയാങ്കിളാണ്. അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ എ ബി സിയുടെ എല്ലാ ആംഗിൾസും കാണണം. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. അതുപോലെ തന്നെ ഒ ബി സി, ഒ ബി സിയുടെ മുഴുവൻ ആംഗിൾസും കാണുക. അതായത് ആംഗിൾ ഒ കാണണം, ആംഗിൾ ബി കാണണം, ആംഗിൾ സി കാണണം. ഇവിടെ നമുക്ക് ഒ ബി സി 40 എന്ന് തന്നു. അതുപോലെ ഒ സി എ 30 എന്ന് തന്നു. രണ്ട് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എ ബി സിയുടെ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഒ, ആംഗിൾ ഒ സി ബി. ഇത്രയും മക്കൾ ഹോംവർക്കായിട്ടൊന്ന് ചെയ്തിട്ട് സാറിനെ കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, മക്കൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ വാട്സപ്പിൽ വിളിക്കാൻ മറക്കരുത്. സാറിന് 1-to-1 ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.